ഹായ്, നമസ്കാരം. ലോട്ടസ് ഫിനൻസിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. പല റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ചും ടേം ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ സംസാരിച്ചു. പല പോളിസികൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇനി ഞാൻ നേരത്തെ പല രീതിയിലുള്ള പ്രോസ്പെക്റ്റിംഗ് പറഞ്ഞിരുന്നു. പക്ഷേ ഇതും ഒരു ഇൻഡയറക്റ്റ് വേറുള്ളൊരു പ്രോസ്പെക്റ്റിംഗ് മെത്തേഡാണ്. നമ്മളൊക്കെ ഒരുപാട് പേര് ഈ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും റോസ്, ഓർക്കിഡ്, അങ്ങനെ ഒരുപാട് നമ്മൾ ചെടികൾ നട്ട് വളർത്തി അതിൽ പൂവുണ്ടാവുന്ന സമയത്തുള്ളൊരു ആനന്ദം നമുക്ക്. അപ്പം നമുക്കറിയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു ചെടി വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിലേക്ക് നമുക്ക് എത്താനുള്ളൊരു മാർഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗാർഡൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്. കുറച്ച് എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. ഈ ടിപ്സ് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ നിങ്ങളുടെ അവരുമായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് പിന്നീടൊരു പോളിസി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റോസിന് ഏറ്റവും നല്ല വളമാണ്, ഫ്ലവർ ചെയ്യാൻ ഏറ്റവും നല്ല വളമാണ് ഈ തൈരും വെളുത്തുള്ളിയും കൂടി ഇട്ട് വെക്കുക. ഒരു 5-6 ദിവസം ഇട്ട് വെച്ചാൽ പിന്നെ അത് ഇതാക്കിയിട്ട് ബെസ്റ്റ് വളം, നന്നായിട്ട് ഫ്ലവർ ചെയ്യും. പിന്നീടുള്ളത് നമ്മുടെ കോഴിമുട്ടത്തോട്, തേയിലച്ചണ്ടി, ഉള്ളിത്തൊലി, ഇത് മൂന്നും കൂടി ഉണക്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിട്ട് പൊടിച്ച് വെക്കുക. ആ പൊടിച്ച് വെച്ചിട്ടുള്ള ഇത് നമ്മൾ നല്ലൊരു അത് എന്താ പറയുക, NPK ആയിട്ട് നമ്മൾ മറ്റേ ഫ്ലവർ ചെയ്യാനും വളർച്ചയ്ക്കും ഒക്കെ ഉത്തമമായിട്ടത്. പിന്നീട് നമുക്ക് പറയുന്നത്, നമുക്കൊക്കെ ശീമക്കൊന്ന, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ തെങ്ങൊക്കെ നടന്ന ശീമക്കൊന്ന, പച്ചിലവളമാണ്. ഈ ശീമക്കൊന്ന നമ്മൾ തുണിയിൽ കെട്ടി ഒരു 5-6 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡുകൾ നമുക്ക്, അതൊക്കെ ഒന്ന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന ടിപ്സ് നമുക്കും കിട്ടും. അപ്പം എപ്പോഴും നമുക്ക് കസ്റ്റമർക്ക് താല്പര്യമുള്ള വിഷയം എന്താണോ അതുമായിട്ട് സംസാരിച്ച് നമുക്കൊരു അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഈ ചെറിയൊരു വിഷയം അതിൽ